ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവും കരുണയും സൗഖ്യവും നമ്മുടെ ജീവിതത്തിൽ വന്ന് നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 19 മുതലുള്ള തിരുവചന ഭാഗങ്ങളാണ് നമ്മളൊന്ന് ശ്രദ്ധിക്കുക. അവിടെ ഇപ്രകാരം പറയുന്നു: എൻ്റെ കഷ്ടതയുടെയും അലച്ചിലിൻ്റെയും ഓർമ്മ കയ്പേറിയ വിഷമാണ്. എല്ലാ മനുഷ്യർക്കും ജീവിതത്തിൽ കഷ്ടതകളുണ്ടായിട്ടുണ്ട്, ദുരിതങ്ങളുണ്ടായിട്ടുണ്ട്. ആ ഓർമ്മകളുമായി നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് വിലാപങ്ങളുടെ പുസ്തകം നമ്മോട് പറയുന്നത്. നിന്റെ കഷ്ടതയുടെ ഓർമ്മ നീ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നല്ലതല്ല. അലച്ചിലിൻ്റെയും ഓർമ്മ നീ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നല്ലതല്ല. ജീവിതത്തിൽ വിവിധ സാഹചര്യങ്ങളിൽ നമുക്ക് കഷ്ടതകൾ ഉണ്ടായിട്ടുണ്ടാകാം, അലച്ചിലുകൾ ഉണ്ടായിട്ടുണ്ട്. ആരും നിന്നെ പരിഗണിച്ചിട്ടില്ല, ആരും നിന്നെ മനസ്സിലാക്കിയിട്ടുമില്ല. എല്ലാ ഭാഗത്തു നിന്നും ഒറ്റപ്പെടുത്തലുകളും കുറ്റപ്പെടുത്തലുകളും മാത്രം കേട്ട് നീ അസ്വസ്ഥമാവുകയാണ്. ജീവിതത്തിൽ കഷ്ടതകളുണ്ടായാൽ സ്വാഭാവികം എന്ന് പറഞ്ഞ് നമ്മൾ തള്ളിക്കളയും. ഞാനിത് അനുഭവിക്കേണ്ടവനാണ് എന്ന് പറഞ്ഞ് അതിനെ മയപ്പെടുത്തും. ദൈവം എനിക്ക് തന്നിരിക്കുന്നത് എന്നെ വിശദീകരിക്കാനാണ് എന്ന് ചിന്തിച്ച് തൻ്റെ കുറവുകളെക്കുറിച്ചോർത്ത് അനുദപിച്ച് ദൈവസന്നിധിയിലേക്ക് തിരിച്ചെത്തും. എന്ത് ചെയ്തിട്ടും എനിക്ക് കഷ്ടത മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ജീവിത നൈരാശ്യത്തിലേക്ക് ചിലർ കടന്നു പോകും. തിരുവചനം നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് എൻ്റെ കഷ്ടതയുടെയും അലച്ചിലിൻ്റെയും ഓർമ്മ എനിക്ക് കയ്പേറിയ വിഷമാണ്. വിഷം തന്നെ മനുഷ്യനെ നശിപ്പിക്കുന്നതാണ്. കയ്പേറിയ വിഷമാണ്. നിരന്തരം നമ്മളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. തുടർന്ന് പറയുന്നു: എന്നാൽ ഒരു കാര്യത്തിൽ ഞാൻ പ്രത്യാശ വെക്കും, അല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം ഓർമ്മിക്കുന്നു, ഞാൻ അതിൽ പ്രത്യാശ വെക്കുന്നു. ഞാൻ ഏത് കാര്യമാണ് ഓർമ്മിക്കുന്നത്, ഏത് കാര്യത്തിലാണ് ഞാൻ പ്രത്യാശ വെക്കേണ്ടത്? കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും ദൈവത്തിൻ്റെ സ്നേഹം പുതിയതാണ്. അവിടുത്തെ വിശ്വസ്തത ഉന്നതവുമാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒരു കാര്യം ഓർമ്മിക്കുന്നു. എന്താണ് ഓർമ്മിക്കുന്നത്? ഞാൻ അതിൽ പ്രത്യാശ വെക്കുന്നു. ഏതിലാണ് പ്രത്യാശ വെക്കുക? ദൈവത്തിൻ്റെ സ്നേഹത്തിൽ. കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. എൻ്റെ കഷ്ടതയുടെയും അലച്ചിലിൻ്റെയും ഓർമ്മ എനിക്ക് കൈപ്പേറിയ വിഷമാകുമ്പോഴും ഞാൻ അവയെല്ലാം പരിത്യജിച്ച് ഒരു കാര്യം മാത്രം ഓർമ്മിച്ചുകൊണ്ട് അതിൽ പ്രത്യാശ വച്ചിരിക്കുന്നു. അത് കർത്താവിൻ്റെ സ്നേഹമാണ്. നിഷ്കളങ്കമായ സ്നേഹമാണ്. ചൂണ്ടയുള്ളൊരു സ്നേഹമല്ല, കാര്യലാഭത്തിന് വേണ്ടിയുള്ളൊരു സ്നേഹമല്ല. പിന്നെയോ
നിഷ്കളങ്കമായ, കരുണയുള്ള, വ്യവസ്ഥയില്ലാത്ത, മാറ്റമില്ലാത്ത സ്നേഹം. കർത്താവിൻ്റെ സ്നേഹം അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അവിടുത്തെ സ്നേഹം പുതിയതാണ്. അവിടുത്തെ വിശ്വസ്തത ഉന്നതവുമാണ്. സ്നേഹമുള്ളവരെ, ജീവിതത്തിലെ ഞെരുക്കങ്ങളിലൂടെ എല്ലാം കടന്നു പോകുമ്പോഴും നമ്മൾ പ്രത്യാശ വെക്കേണ്ടത് ദൈവത്തിൻ്റെ സ്നേഹത്തിലാണ്. അവസാനിക്കാത്ത സ്നേഹം, പ്രത്യാശയുള്ള സ്നേഹം, കരുതുന്ന സ്നേഹം, മാരോട് ചേർത്ത് പിടിക്കുന്ന സ്നേഹം. ഓരോ പ്രഭാതത്തിലും അവിടുത്തെ സ്നേഹം പുതിയതാണ്. ഇന്ന് അനുഭവിക്കുന്ന സ്നേഹമല്ല നമ്മൾ നാളെ അനുഭവിക്കുന്നത്. ഓരോ പ്രഭാതത്തിലും പുതിയ സ്നേഹമാണ്, പുതിയ പുതിയ അനുഭവങ്ങളാണ്, പുതിയ കാഴ്ചപ്പാടുകളാണ്. നാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നതെല്ലാം ദൈവവചനത്തിലൂടെ നോക്കിക്കാണുമ്പോൾ പുതിയ മാനങ്ങൾ നമ്മുടെ മുൻപിൽ തെളിയും. അത് നമ്മൾക്ക് ഉന്മേഷം നൽകും, പ്രത്യാശ നൽകും. ദൈവസ്നേഹത്തിൽ, അവിടുത്തെ വിശ്വസ്തതയിൽ ആശ്രയിച്ച് നമുക്ക് മുന്നേറാൻ സാധിക്കും. എന്നെ ശ്രവിക്കുന്ന, വേദനിക്കുന്ന മക്കളുടെ മേൽ ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും ഒന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അവിടുത്തെ വലതുകരം നീട്ടി ഈ മക്കളെ നീ ആശീർവദിക്കണം. നിന്റെ ഈ കൃപ മക്കളേക്ക് ഒന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് നാവിലെ കുരുക്കളും വായിൽ പൊട്ടുകയും ചെയ്യുന്ന അനേക വ്യക്തികളുടെ മേൽ ഇന്നേ ദിവസം നിന്റെ കൃപ ചൊരിഞ്ഞ് അവരെ സൗഖ്യപ്പെടുത്തി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പ്രൈസ് ദി ലോർഡ്.